നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീഹാർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ബീഹാർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമല്ല, അത് റിപ്പോർട്ട് ചെയ്ത മലയാള മാധ്യമങ്ങളുടെ രീതിയെ കുറിച്ച് കൂടിയാണ്. നോക്കൂ, നമ്മളൊക്കെ മാധ്യമങ്ങളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ അവ കാണുന്നത് വാർത്തകൾ സത്യസന്ധമായി അറിയുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മാധ്യമങ്ങൾ അപ്രകാരമാണോ? നോക്കൂ, ഒരു റിപ്പോർട്ടർ ചാനലിനെ ബീഹാറിൽ ചെന്നുകൊണ്ട് ഈ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത ആദിൽ പാലോട് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് BJPക്ക് അർഹിച്ച വിജയം. 20 ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു. മഹാസഖ്യം എന്നത് പേരിൽ മാത്രം, അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. അവിടെ പറയുകയാണ് BJP സർവ്വസജ്ജമായിരുന്നു, അർഹിച്ച വിജയമാണ്. പല സ്ഥലങ്ങളിലും BJPയുടെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെയൊന്നും മഹാഗഡ്ബന്ധന് ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. കൃത്യമായി സജ്ജമായിരുന്നു BJPയുടെ വാർ റൂം എന്ന് പറയുന്നു. അവർ അർഹിച്ച വിജയമാണെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്തത്? ഇലക്ഷന് മുമ്പ് ഇങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്തത്? ഇനി നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ഇവർ, അതായത് ഈ മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്തതെന്ന്. നമ്മളെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന 24-ലെ ഈ 4 അടി നീളമുള്ള നാവ് കൊണ്ട് തനിക്ക് തോന്നുന്നത് പോലെ വെർബൽ ഡയറിയ ചെയ്യുന്ന, അല്ലെങ്കിൽ വായ കൊണ്ട് വയറിളക്കുന്ന ആ മാധ്യമ പ്രവർത്തകന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. അങ്ങേയറ്റം വെറുപ്പും വെർബൽ റേപ്പും സൈബർ വേട്ടക്കൂട്ടങ്ങളും കാശ് കിട്ടിയാൽ തരാതരം ഏതു പക്ഷത്തിനു വേണ്ടി നാണംകെട്ട പ്രചാരവേല ചെയ്തു കൊടുക്കുന്ന PR ആചാര്യന്മാരുടെ അശ്ലീലങ്ങൾ വിദ്വേഷം നാറ്റുന്ന ഫേസ്ബുക്ക് വിട്ട് കുട്ടികൾ യുവാക്കൾ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള മൈഗ്രേഷൻ പലായനം ഒരു പുതിയ വാർത്തയല്ല. പക്ഷേ BJPയെ പിന്തുണി കോൺഗ്രസ് പേജിലേക്ക് ഫോളോവേഴ്സിന്റെ കുതിച്ചുകയറ്റം പുതിയ വാർത്തയാണ്. ആ നടപ്പ് രീതികൾ, ആരോപണങ്ങളൊക്കെ ഒഴിവാക്കി ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം കള്ളവോട്ട് എന്ന് സ്ഥാപിച്ച രാഹുൽ ഗാന്ധിയുടെ ആ സ്പ്ലിൻഡർ ബോംബ് വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ചയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 15 ലക്ഷത്തോളമാണ് ആ വർധന. വിയർപ്പ് തുന്നിയിട്ട കുപ്പായങ്ങളുമായി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഇല്ലാതെ ജലത്തിൽ മീനെന്ന മട്ടിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാക്കൾക്ക് അതൊരു കണക്ക് കാര്യമായി തോന്നിയാലും ഇല്ലെങ്കിലും രാജ്യത്തിന്റെ യുവരക്തം മാറി ചിന്തിക്കുന്നതിന്റെ മാറ്റത്തീപ്പൊരിയാണ് ആ വർധന. അവിടെ മാത്രം ഒതുങ്ങിപ്പോയതല്ല. രാഹുൽ ഗാന്ധി ഇമ്പാക്ട് ബീഹാറിലെ 110 മണ്ഡലങ്ങളിൽ 1300 കിലോമീറ്ററിൽ ആ ഉറവകൾ ചാലുകളാകുന്നതും ചാലുകൾ പുഴകളാകുന്നതും പുഴകൾ സമുദ്രമായതും ആ സമുദ്രമുദ്രാവാക്യങ്ങളും രാജ്യം കേൾക്കലാണ് പോയ 16 നാളുകൾ. അധിക്ഷേപങ്ങളുടെയും പപ്പുവിളിയുടെയും നേരത്തെ പറഞ്ഞ PR പണികൾ പുല്ലുപോലെ കുടഞ്ഞെറിഞ്ഞ് മോദിയോട് നിൽക്കുന്ന രാഹുലും ലാലുവിന്റെ പുത്രനും കൈകോർത്തങ്ങ് നെഞ്ചുവിരിച്ചപ്പോൾ കാവിക്കോട്ടകൾ പൂർണ്ണയും കത്യഹാരമടക്കം മധുബനിയും മുങ്കേറും ഗ്രാമത്തിൽ ഇടവഴികളിൽ നഗരത്തിന്റെ ഹൃദയങ്ങളിൽ തെരുവിലേക്കൊഴുകിയത് ലക്ഷങ്ങളാണ്. ആ ബീഹാർ കേവലം ഒരു സംസ്ഥാനമല്ല, ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ അടിയൊഴുക്കത്രയും ഉറപൊട്ടിയ ക്രാന്തികാരി ചരിത്രമണ്ണാണ്. ചരിത്രകാലത്ത് സാരാനാഥിലേക്ക് പുറപ്പെട്ട ബുദ്ധന്റെ മണ്ണാണ്. ഇതിഹാസകാലത്തെ മൈഥിലിയുടെ മണ്ണാണ്. ആ ഗൂങ്കി കൂടിയ രാഷ്ട്രീയമായി അന്തരിച്ചു ആദരാഞ്ജലികൾ എന്ന് കളിയാക്കിയവർക്ക് മുന്നിൽ ആനപ്പുറത്തേറി ബെൽച്ചിയിലേക്ക് പെരുമഴയത്ത് രാജ്യത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ സാക്ഷാൽ ഇന്നലെയുടെ മണ്ണാണ്. രഥയാത്രയ്ക്ക് വിലക്കിടാൻ ആർജവം കാട്ടിയ ലാലുവിന്റെ മണ്ണാണ്. ആ നാട്ടിൽ പോയ ദിവസങ്ങൾ കേട്ട മുദ്രാവാക്യം വോട്ട് ചോർ ഗഡ്ഡിച്ചോട്, ഇറങ്ങിപ്പോടോ വോട്ടുകള്ളന്മാരെ. മുദ്രാവാക്യം നെഞ്ചേറ്റുന്നത് യുവാക്കൾ, കർഷകർ, അടിസ്ഥാന വർഗം അവഗണിക്കാവതല്ല. ആറ്റം ബോംബിന്റെ തുടർച്ചയിൽ വരുന്നുണ്ട്. മോദി മുഖം പൊത്തി ഒളിക്കേണ്ട ഹൈഡ്രജൻ ബോംബെന്ന് പറയലാണ് രാഹുൽ ഗാന്ധി. ഇടനാഴികളിൽ കേൾക്കുന്നു അത് വാരണാസി. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തവണ്ണം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് നാണം കെട്ടു നിൽക്കുന്ന ECയെ വരാൻ പോകുന്ന വിവരങ്ങൾ ബാധിച്ചാലും ഇല്ലെങ്കിലും, ആ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമാന്നൊരക്ഷരം മിണ്ടിയാലും ഇല്ലെങ്കിലും, ആ 16 നാളുകളിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് രാജ്യത്തിന് കരുത്തോടെ ഉറപ്പ് നൽകലാണ്. അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും ശ്രീലങ്കയും ജനാധിപത്യം ദ്രവിച്ച് വിനാശത്തിന്റെ പടുകുഴിയിൽ വീണതുപോലെ ഈ രാജ്യം വീഴാതെ ഞങ്ങൾ നോക്കും, ഈ നാടിന്റെ കാവൽക്കാർ കോട്ടകെട്ടി ഉയരുന്നുണ്ട് മുദ്രാവാക്യം. നഹി ചലേഗി നഹി ചലേഗി താനാഷാഹി നഹി ചലേഗി. ഇവർ മഹാനുണയാണ് വാർത്തയായി അവതരിപ്പിക്കുന്നത് എന്നതിന് അത് നിങ്ങളോട് പറയാൻ വലിയ സമയം ഞാൻ എടുക്കുന്നില്ല. ചെറിയൊരു കാര്യം മാത്രം പറയാം. നോക്കൂ, യുവാക്കൾ ഈ നുണകളും ഈ വിഷങ്ങളും പ്രചരിപ്പിക്കുന്ന ഫേസ്ബുക്ക് വിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവിടെ കോൺഗ്രസിന് 1.5 ലക്ഷം ആളുകളുടെ, അല്ലെങ്കിൽ 15 ലക്ഷം ആളുകൾ, 15 ലക്ഷം 1.5 മില്യൺ ആളുകളുടെ വർധന ഉണ്ടായിരിക്കുന്നു എന്നാണ്. നോക്കൂ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വർധനവിന് 600 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര ആളെ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾക്ക് ഫോളോവേഴ്സിന് തരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കോൺഗ്രസിനെ പോലെ, അതായത് വലിയ ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ പിന്തുണയുള്ള ഒരു സംഘടനയ്ക്ക് അക്കാര്യത്തിൽ എത്രത്തോളം സഹായം ലഭിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് എന്നുള്ളതറിയാം. ഞാൻ അത് അങ്ങനെ അല്ല എന്ന് തന്നെ വിശ്വസിക്കട്ടെ. ഒപ്പം നോക്കൂ, കോൺഗ്രസിനുള്ളത് അവർ പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് കേട്ടോ. BJPയുടെ പേജിനേക്കാളും ഫോളോവേഴ്സ് അതിൽ കൂടുതലുണ്ട്. അത് കോൺഗ്രസിന് 10.6 മില്യൺ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ
BJPക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് 8.5 മില്യൺ ആണ്. ഇവിടെ കാണുന്നത് വെച്ച് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കത്, ഞാൻ അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് കാണാം. അത് പ്രകാരം അവിടെ കോൺഗ്രസ് പെട്ടെന്ന് 1.5 മില്യന്റെ ആളുകൾ, 15 ലക്ഷത്തോളം ആളുകളുടെ ഹൈപ്പ് ഫോളോവേഴ്സിൽ വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. അത് ഈ രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടന്ന ഓടിച്ചോരി എന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ അയാളെ വിശേഷിപ്പിക്കട്ടെ. കാരണം ഒരു ബഹുമാനത്തിനും അർഹതയില്ലാത്ത, വായ കൊണ്ട് വയറുള്ളത്, ഇത്ര വൃത്തികെട്ട മാധ്യമ സംസ്കാരം പേറുന്ന ഒരു മനുഷ്യനോട് അങ്ങനെ പറയാനാവുള്ളൂ. ഹഷ്മി താജ് ഇബ്രാഹിം, ഇത് താങ്കളോടാണ്. നോക്കൂ, അത് ഇവിടെ യാഥാർത്ഥ്യം വളരെ സമർത്ഥമായി മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് 10.6 ഉള്ളപ്പോൾ BJPക്ക് 8.5 മില്യൺ ആണ് ഉള്ളത് എന്ന് യാഥാർത്ഥ്യം മറക്കട്ടെ. ഈ കിലോമീറ്ററുകളോളം വിയർത്തൊലിച്ച് നടന്ന മനുഷ്യനായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോവേഴ്സ് 12.1 മില്യൺ ആണ്. കോൺഗ്രസിനേക്കാളും കൂടുതൽ രാഹുൽ ഗാന്ധിക്കുള്ളത്. പക്ഷേ ഇവിടെയാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ മറച്ചു വെക്കുന്ന മറ്റൊരു കാര്യം. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാന എതിരാളിയായി കാണുന്ന നരേന്ദ്രമോദി എന്ന യുഗപ്രഭാവനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുള്ള ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കൂ, 10 ഇരട്ടിയോളമാണ് രാഹുൽ ഗാന്ധിക്കുള്ള. 98.8 മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്, അദ്ദേഹത്തെ പിന്തുടരുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം യുവാക്കളുടേതാണെങ്കിൽ അവിടെയും ഹൃദയഹാരിയായി നിൽക്കുന്നത്, ഹൃദയം കവരുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. ഇതാണ് അവർ മറച്ചു വെച്ചത് നമ്മളിൽ നിന്ന്. ബീഹാർ ഇലക്ഷൻ എന്താണ് എന്ന്, എങ്ങനെയാവും എന്ന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അതിൽ BJPയുടെ സീറ്റ് വളരെ കൃത്യമായി എനിക്ക് പ്രവചിക്കാൻ കഴിഞ്ഞു. അത് അണുവിട വ്യത്യാസമില്ലാതെ പ്രവചിക്കാൻ കഴിഞ്ഞു. എനിക്ക് JDUവിന്റെ വോട്ട് സീറ്റിലാണ് കുറച്ച് വ്യത്യാസം വന്നതെങ്കിലും 160 സീറ്റ് ഞാൻ പറഞ്ഞെങ്കിലും 202 സീറ്റിലേക്ക് NDA എത്തി. അത് ചിരാഗ് പാസ്വാന്റെ പിന്തുണയോടുകൂടി JDU ഇത്ര മുന്നേറ്റം ഉണ്ടാക്കും എന്ന് അറിയുമായിരുന്നെങ്കിലും ഇത്രത്തോളം മുന്നോട്ട് വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എനിക്ക് പോലും ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന എനിക്ക് പോലും ഇത്ര കൃത്യമായി ഇതിനെ പ്രവചിക്കുവാൻ കഴിഞ്ഞിരുന്നത്. തങ്ങളുടെ സ്വപ്നങ്ങൾ വാർത്തയായി വെക്കുന്ന ഈ കീടങ്ങളെ മലയാളികൾ ആട്ടി അകറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തു പോയി കുറച്ചെങ്കിലും സത്യസന്ധത കാണിക്കുന്ന മാധ്യമ വാർത്തകളെ അല്ലെങ്കിൽ അത്തരം ചാനലുകളിലേക്ക് നിങ്ങൾ മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.